ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കൊളോറ ഗിൽസിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ എന്ത് പരിപാടിയാണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയൊരു ബസ് നമ്മൾ വാങ്ങുന്നത്. നമ്മൾ ആ ഗൂരിയെ അരിയില്ല അരിക്കൊമ്പൻ നമ്മൾ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിരുന്നു. നമ്മളെ അരിക്കൊമ്പൻ ഞങ്ങൾ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മളെല്ലാ വണ്ടി വിൽക്കണമായിട്ട് ഫസ്റ്റ് വിട്ട വീഡിയോ ഓനായിരുന്നു വിട്ടത്. അപ്പോൾ അരിക്കൊമ്പൻ ആ വിറ്റ ടീംസ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ പോയി അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അന്ന് അത്ര ഒരു അപ്പോൾ തന്നെ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ഒരു കുറച്ച് ഞങ്ങൾ സെല്ല് ചെയ്തു. വണ്ടി ഇപ്പോൾ സെല്ല് ചെയ്തിട്ട് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും വണ്ടി പോയിട്ടുള്ളൂ അത്രേ. വണ്ടി പോയിട്ടുള്ളൂ അത്രേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ കാട്ടെ വിചാരിച്ച് നമ്മൾ തിരിച്ച് ആ ടീംസിൻ്റെ ആൾക്കാർ പറയുകയാണെങ്കിൽ ഇവിടെ അടുത്ത് കൂട്ടാൻ സ്നേഹിതൻ്റെ സ്നേഹിതൻ്റെ വണ്ടീൻ്റെ അത്രേ സ്പെക്ട്ര റോജ് സ്പെക്ട്ര. അപ്പോൾ നമ്മളത് വാങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ നമ്മൾ തൽക്കാലത്തിന് അത് വാങ്ങി ഇങ്ങോട്ട് കൊടുന്നിട്ട് ഞങ്ങൾ കുറച്ച് വണ്ടി നല്ല സ്പൈഡർമാൻ എന്ന മാർവൽ സ്പൈഡർമാൻ എന്ന പേരൊക്കെ ഇട്ടിട്ട് വൈബായിട്ട് എന്നിട്ട് നമ്മൾ അതിനെ കൊടുന്നിട്ട് ഒരാഴ്ചയായിട്ട് നമ്മൾ സേവാൻ്റെ രീതിയിലൊക്കെ ചെയ്തുന്നുണ്ട്. ആ വണ്ടി ആഴ്ച വന്നിട്ടായപ്പോൾ 3 ട്രിപ്പ് എടുത്തു. ഒന്ന് നമ്മളെ കല്യാണ ട്രിപ്പ്, ഒന്ന് നമ്മുടെ വൺഡേ ട്രിപ്പ് സ്കൂളിൽ നിന്നായിരുന്നു. മൂന്നാമത്തെ ട്രിപ്പ് തന്നെ കഴിഞ്ഞ വണ്ടിക്കാരൻ മുന്നിൽ ചാടി. ഈ വണ്ടിക്കാരൻ മുന്നിൽ ചാടിയോണ്ട് ഈ ഡ്രൈവർ വണ്ടിയാണ് തിരിച്ചതിന് ഇടയിൽ വെച്ചിട്ട് മുന്നേ പന്നിയാണ് നായെന്ന് ഓർമ്മയില്ല എന്തോന്ന് പറഞ്ഞു ചാടിയപ്പോൾ വണ്ടി തിരിച്ചതിൽ വണ്ടി മറിഞ്ഞിട്ട് നേരെ കമ്പിയുമ്പോൾ തട്ടി. ഒരു വലിയ കമ്പിയും വന്നിട്ട് തട്ടി വന്നത്. അല്ല ഡ്രൈവറിനും കിളിക്കൊന്നും പറ്റില്ല. ഒരു ക്ലീനറും ഒരു ഡ്രൈവറുടെ ആയിട്ടുള്ളൂ. ഡ്രൈവർ അപ്പം തന്നെ രക്ഷപ്പെട്ടു. കുഴപ്പമില്ല. ക്ലീനർ ചെറുതായിട്ട് കൂടുതൽ ബൈക്കുകളൊക്കെ ഉണ്ട്. ഡ്രൈവറിനും കുഴപ്പമില്ല. ക്ലീനർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരാൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാക്കാണ്. നമ്മൾ മാഡ് ബോംബ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മാഡ് ബോംബ് ഇതവിടെ കൊടുക്കുന്നുണ്ട്. ഇതാ മാഡ് ബോംബ് നമ്മൾ അവിടുന്ന് നമ്മളെ സ്ഥലത്തിൻ്റെ പേര് ബുക്കിറ്റിങ്കി അവിടുന്ന് ഇങ്ങോട്ട് കൊടുന്നു. നമ്മുടെ ബാലിക്ക പപ്പനിൽ കൊടുന്നു. ഇവിടെയാണ് ഇപ്പോൾ നമ്മളെ വണ്ടിയുള്ളത്. നമ്മൾ സിവിക്കും കൂടി ഉള്ളൂ. പെരയിലാണ്. ആ സിവിക്ക് കൂടി കൊണ്ട് കൊണ്ടുവരണം. അടുത്ത വീഡിയോയിൽ സിവിക്ക് എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ നമുക്കിനി പോകണം. പിന്നെ മാഡ് ബോംബിനെ നമ്മൾ കൊണ്ടാൻ കാരണം മാഡ് ബോംബ് നമ്മളെ കൂട്ടുകാരനായിരുന്നു. ഓൻ്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ കൂട്ടുകാരനെ നമ്മളിങ്ങോട്ട് കൊടുന്നു. നമ്മൾ വണ്ടി എടുക്കാം. മാഡ് ബോംബ് ഒരു മാറ്റമില്ല കേട്ടോ. നല്ല സെറ്റ് വണ്ടിയാണ്. എന്നിട്ട് കൊടുന്നു. നമുക്ക് നേരെ കുറച്ച് ദൂരം ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ച് പോകണം. അങ്ങോട്ട് നല്ലൊന്നുമില്ല, കുറച്ചുണ്ട് പോകാണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് അടുത്ത് വെച്ചിട്ടാണ് സംഭവം നടന്നത്. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടാവും. ഒരു 3-2 കിലോമീറ്റർ അടുത്ത് വെച്ചിട്ടാണ് നടന്നത്. നമുക്ക് ഇനി അവിടെ ബ്ലോക്കാണ് കഴിച്ച് നമുക്ക് ഇതോടെ പിന്നെ കൂടെ എടുത്തു പോകാം. നമുക്ക് 2 ബിസിനസ് ഉണ്ട്. ഒന്ന് ഇതിൽ വണ്ടികളൊന്ന് നേരെ കറങ്ങുന്നുണ്ട്. പിന്നെ നമ്മളെ ഗാരേജ് ആണിത്. ആക്ച്വലി ഈ ഗാരേജിൽ നമ്മൾ വേറെ വണ്ടികളൊന്ന് നേരാക്കി ഇടും. ചെറിയ വാഹനങ്ങളൊക്കെ നേരാക്കും. വലിയ വണ്ടി നമ്മൾ ഗാരേജ് അപ്പുറത്ത് എടുക്കണം. അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളിതാ ഈ ബസ്സുകാരെ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് നമ്മളൊന്ന് പതുക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. കാരണം വെച്ചാൽ അടുത്തെത്തിയോണ്ട് ഇനി ബസ് പോയിക്കോട്ടെ. ബസ്സിന് ഇവിടെ നിർത്തേണ്ടോന്നും അറിയില്ല. ഇവിടെ ഇതൊരു മറ്റേ പണി നടക്കണമെന്തോ മറ്റേ മണ്ണൊക്കെ മാറുന്ന സ്ഥലത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി പോയി നോക്കി. നമ്മൾ ആദ്യം കേട്ടോ. ആദ്യം പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്നൊക്കെ പറഞ്ഞുതരാൻ എത്തിയിട്ട് വേണം. നമുക്ക് ഞാൻ ചെന്നിട്ട് പോവാം. നമ്മളെത്താൻ അടുത്തെത്തിൻ്റെ നമുക്കത് വേഗം പോവാം. അവിടെ അടുത്തെത്തിയിട്ട് ഈ സ്ഥലത്ത് അവിടെ വലിയ മല ഉണ്ട്. ഇവിടെ ആയിട്ടാണ്. പിന്നെ ഈ വഴി ഫുള്ള് കൊണ്ടുപോയാണ്ട് ഒരു ഗുമ്മില്ല. അതായത് ഇവിടെ കയറ്റിയാണ് വണ്ടി എടുത്തിട്ട് ഇവിടെ നമുക്ക് വണ്ടി ഇവിടെ കയറ്റിയിടാം. അവിടെ അപ്പുറത്ത് ഇതായിട്ടാണ് വണ്ടി ഇല്ലത്. വണ്ടി ഇങ്ങോട്ട് കയറ്റിയിടാം. ഈ കൺസ്ട്രക്ഷനിലെല്ലാം തോന്നുന്നുണ്ട്. ഈ കൺസ്ട്രക്ഷൻ ഇല്ല കേട്ടോ, തോന്നുന്നില്ല. ഈ കൺസ്ട്രക്ഷൻ അല്ല, അപ്പുറത്ത് കൺസ്ട്രക്ഷൻ ഉണ്ട്. നമ്മൾ വണ്ടി ഇവിടെ എടുത്തിട്ടേക്കാം. ഇനി ഇവിടെ ചെക്കന്മാർ ഇവിടെ ഒക്കെ ഉണ്ടാവും. നമ്മൾ ചെക്കന്മാർ പോയി പറഞ്ഞേക്കാം. അവിടെ ചെക്കന്മാരുണ്ട് കേട്ടോ. അവിടെ 2 ആളുണ്ട്. 2 ആൾക്കാരുണ്ട്. നമ്മൾ 2 ടീംസ് അവിടെ നിൽക്കുന്നത്. ജസീലും രമേശും ഒരാളവിടെ നിൽക്കുന്നുണ്ട്. ഇനി അവരോട് പോയി പറയാം. അപ്പോൾ ഒരാളെ പോയിട്ട് ഇനി റിക്കവറി വാനിനെ പിടിച്ച് കൊല്ലട്ടെ. ആകാശം ഇവിടെ തന്നെ ഈ സ്ഥലത്താണ്. വച്ചാൽ ഈ ഭാഗത്താണ് വണ്ടി മറിഞ്ഞ അവിടെ കമ്പിയുമ്പോൾ തട്ടിയത്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആ തലക്കുന്ന് കാണിച്ചു തരാം. കാണുന്ന തലക്ക് ഇവിടെ വന്നിട്ട് വണ്ടി നേരെ അങ്ങോട്ട് പോയി വീണത് ചെയ്തത് കേട്ടോ. ഞാൻ വെച്ചിട്ട് ആ തലക്കുന്ന വണ്ടി വരുന്നതാണ്. ബൈക്കാരെ മുന്നിലാണ്ട് ചാടി ആ വണ്ടി ഇങ്ങനെ. അപ്പോൾ ഒരു പന്നി മുന്നിൽ കൂടെ ചാടി. ഈ പന്നി ഇതുകൂടാണ്ട് പോയിട്ടോ. ആ വഴി കൂടെ പോയപ്പോൾ ഈ വണ്ടി വളച്ചയിൽ കൊണ്ട് മറിഞ്ഞിട്ട് ഒരു വലിയ കമ്പി ഉണ്ടായിരുന്നു. വെച്ചാൽ നമ്മളെ എന്തോ സിഗ്നൽ കമ്പി പോകുന്നുണ്ട്. എന്തോ കമ്പി ഉണ്ടായിരുന്നു അത്ര. ആ കമ്പി നേരെ ഇടിച്ചാണ്ട് കാലിൻ്റെ അടുത്തി. എന്നിട്ട് ആൾക്കാരൊക്കെ ക്രെയിൻ വിളിച്ചിട്ട് ഇതെങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വണ്ടി. നമ്മളിങ്ങോട്ട് വന്നിരുന്നു കേട്ടോ.
വന്നുകൊണ്ടാണ് നമ്മൾ എടുത്തിട്ട് എല്ലാ ഡോറൊക്കെ തുറന്നിട്ട് നമ്മളെ ഡ്രൈവർ ഡോറൊക്കെ തുറന്നിട്ടിട്ട് ജനറേറ്റർ നമ്മളെ ലഗേജൊക്കെ എടുത്ത് തുറന്നിരുന്നു. ഇവിടെ ലഗേജ് ഉണ്ടല്ലോ ഡ്രൈവറിൻ്റെയും ക്ലീൻ്റെ ലഗേജൊക്കെ ആക്കുമ്പോൾ ഇതാ ഇതിൽ സ്റ്റെപ്പിൽ എത്തണ്ടേ. അപ്പോൾ നമ്മൾ ലഗേജ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ലഗേജൊക്കെ നമ്മൾ എടുത്തു. പിന്നത്തെ ലഗേജൊക്കെ എടുത്ത് അടിച്ചു വെച്ചു. ഇതിലത്തെ ലഗേജ് ഇനി എടുക്കാനുണ്ട്. ഇതിലത്തെ ലഗേജ് ഫുൾ എടുത്ത് പോകുന്നുണ്ട് കയ്യിൽ. എടുത്തു ഫുൾ എടുത്തു. പിന്നെ നല്ല അടിപൊളി സ്പൈഡർമാനാണ് പിന്നിൽ നിൽക്കുന്നത്. പിന്നെ സ്പൈഡർമാനിൽ പിന്നിൽ നിൽക്കുന്നുണ്ട്. ചാടിയ രീതിയാണ്. ഇതാണ് നമ്മൾ സ്പൈഡർമാന്. അങ്ങനെ നടക്കാണ്. ഇവിടെ തന്നെ സ്പൈഡർമാൻ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ലഗേജൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് കൊണ്ടു വെച്ചാൽ ഡോറൊക്കെ തുറന്നിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. ഇതൊക്കെ പോയിക്കൊണ്ട് നമ്മൾ എഞ്ചിൻ കാർ തുറന്നിട്ടു. അതിനാണ് നമ്മൾ ഡോർ തുറന്നിട്ടത്. ഇതൊക്കെ അല്ല 52 I 2 നമ്മളെ നമ്പർ വിളിച്ചില്ലേ? അതന്നെ 2455. അപ്പോൾ ഇതാ ഫുള്ളും പോയി ഓജസ് പെട്ര സ്പൈഡർമാൻ. ഉള്ളിലൊന്നും കുഴപ്പമില്ല, പുറത്തൊക്കെ കുഴപ്പം. നമ്മളെ കൊമ്പ കണ്ടില്ല ഇവിടുത്തെ കൊമ്പ് പോകുന്നതാണ്. അവിടെ നിന്ന് ഒരു വയറല്ല എന്താ പറയുക, വയറ തൂങ്ങിയിരിക്കണം. കണ്ട അവിടെ നോക്കിയാൽ അറിയാം കൊമ്പിൻ്റെ വയറാണ് തൂങ്ങിയിരിക്കണത്. വയറ് താങ്ങിയിരിക്കുകയാണ് കൊമ്പ്. അതിനുള്ള ഇതൊന്നുമില്ല. അതിൻ്റെ ഫുൾ പോകുന്നതാണ്. അവർക്ക് രണ്ടാളും ഗ്ലിക്കവനെ വിളിച്ചാൽ പോയി. അപ്പോൾ ആ സമയത്ത് റിക്കവനൊക്കെ വിളിച്ചുകൊണ്ട് കൊടുന്നു. അവിടെ നമ്മളെ ചെക്കനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ സ്ഥലത്തെത്തി. അപ്പം ഇത് കുഞ്ഞു വീടില്ലേ? അത് കുഞ്ഞു വീടേ. അപ്പോൾ റിക്കവനൊക്കെ അവിടെ നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് നിർത്തല്ലോ. നമുക്ക് കാര്യങ്ങൾ പറയാം ഗൈസ്. അപ്പം നമ്മളിതാ ചെക്കനെ ഈ ഫുൾ പോയി കിടക്കുകയാണ്. സൈഡൊന്നും ഇല്ല, ഒക്കെ ഫുൾ കിടക്കുക. ഉള്ളിൽ പോയി ഉള്ളിൽ പല ഭാഗങ്ങളൊക്കെ പോയി കിടക്കുന്നുണ്ട്. സ്പീക്കറൊക്കെ അടിയൊക്കെ താങ്ങിക്കൊണ്ട് ഉള്ളിലുണ്ട്. അറിയാം ഒക്കെ പോയി കിടക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്തൊന്നും ഭാഗത്ത് കുഴപ്പമില്ല. ടി വി പോയിക്കണം കേട്ടോ. ടി വി ഒക്കെ ആയിക്കണ്. ടി വി ഒക്കെ നമ്മൾ ഊരി കൊടുന്നിരുന്നു. ടി വി ഒക്കെ നമ്മൾ കുറച്ചവിടെ പോയി ഇന്നലെ പോയിട്ട് നമുക്ക് ഊരി കൊടുന്നിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ ഇവിടെ നിർത്താനൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഈ സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ നിങ്ങൾ മാറ്റണമെങ്കിൽ മാറ്റാനാവുന്ന കേട്ടോ. അപ്പം വേറെ എന്തെങ്കിലും അയമേനോ വേറെ എന്തെങ്കിലും മൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ചിക്കൻ ഒന്ന് മാറ്റിയാലോ. ഫുള്ളാണ്ട് മാറ്റി സെറ്റ് ആയിക്കൊണ്ട് കൊടുന്നാലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ അറിയിക്കണം കേട്ടോ. നമ്മുടെ സ്പൈഡർമാൻ പേരാണ് മതിയോ അതോ വേറെ എന്തെങ്കിലും സ്റ്റിക്കർ വേണോ നിങ്ങളൊന്ന് പറയണേ. നിങ്ങളെ അഭിപ്രായം നമ്മളെ സ്വീകരിക്കും. അപ്പോൾ ഈ സ്റ്റിക്കറിനെ മതി ഈ സ്റ്റിക്കർ നമ്മൾ സെറ്റാക്കും. ഇനി വേറെ സ്റ്റിക്കറാണ് വേണ്ട വെച്ചാൽ ആ സ്റ്റിക്കർ നമ്മൾ സെറ്റാക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താനായി തോന്നുന്നുണ്ട്. കുറച്ച് ഇപ്പോൾ നമ്മൾ കാര്യം പറയാം. അപ്പോൾ വണ്ടി ഇനി ഈ അവസ്ഥയാണ്. നമ്മളിനി വണ്ടി കുറച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മളെ ഗാരേജ് കൊണ്ടുപോയിട്ട് വണ്ടി പണിയാൻ കൊടുക്കും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പരിപാടി ബാക്കി ആ വണ്ടിയുടെ പരിപാടിയിൽ നടക്കും. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ഇപ്പോൾ അധികം പരിപാടിയൊന്നും ഇല്ല. പിന്നെ നമ്മളെ സിവിക്ക് നമ്മളെ കൊല്ലണം. സിവിക്ക് അത് നമ്മളൊന്ന് പേരുന്ന കൊണ്ട് കൊല്ലണം. നമ്മൾ പോകും. ഈ ബസ് നേരെ ഗാരേജ് കൊടുത്ത് നേരെ നമ്മൾ നേരെ സിവിക്ക് കാര്യം പോവുക. നമ്മളെല്ലാവരും സിവിക്ക് എടുത്തിട്ട് അപ്പോൾ നമ്മളെ വീഡിയോ എടുത്തിട്ട് പുതിയ വീഡിയോ ടാറ്റ ഗുഡ് ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.